നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, ഒന്നിന്നെ എനിക്കേ ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ, എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാ. ഇവിടെ വെച്ചിട്ടല്ല, എപ്പോഴാ അവരൊക്കെ പുറത്തിറങ്ങി വരുമെന്ന് അറിയില്ല. പറയാനുള്ളത് കുറച്ച് പ്രൈവറ്റാ. അതുകൊണ്ട് ആ മെയിൻ റോഡിൽ ചെന്ന് വെയിറ്റ് ചെയ്, ഞാൻ അങ്ങോട്ട് വരാം. ഹാ ചെല്ല്, ഞാൻ വരുമ്പോ അവിടെ തന്നെ ഉണ്ടാവണം. ശരിക്കും പെട്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയാൽ ഇതൊരു വലിയ പ്രശ്നമാവും. ഇവിടെ ഈ റോഡിൽ വെച്ച് ഇനി എന്തൊക്കെ സീനാണാവോ അതിലുണ്ടാക്കാൻ പോകുന്നത്. എന്തിനും കിടന്ന് ചാടുന്ന എൻ്റെ സ്വഭാവം നിർത്തിയേ പറ്റൂ. ഞാൻ കരുതിയത് ഓടി രക്ഷപ്പെട്ടു കാണുമെന്ന്. ഓടി രക്ഷപ്പെടാൻ മാത്രം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആതിരയ്ക്ക് പറയാനുള്ളത് പറഞ്ഞു. ചിലത് പറയാൻ തയ്യാറായിട്ട് തന്നെയാ വന്നത്. ചിലതൊക്കെ കേട്ടോളാന്ന് നിശ്ചയിച്ചു തന്നെ നിന്നത്. രാവിലെ ഫോൺ ചെയ്തതും അതിനായിരുന്നു. പക്ഷെ കട്ടായി കളഞ്ഞല്ലോ. അത്രയും വേണമായിരുന്നു. വേണമായിരുന്നു, അതുകൊണ്ടാണല്ലോ കട്ട് ചെയ്തത്. എന്റെ അച്ഛന്റെ സന്തോഷത്തിനും ആഗ്രഹത്തിനും എതിരായി നിൽക്കുന്ന നിങ്ങളുമായി എനിക്ക് ഒരു ബന്ധവും വേണ്ട. ഒരിക്കൽ ഞാൻ അറിയാതെ ഇത് ഊരി ആ മണ്ണിൽ വീണു. ഇപ്പോഴിതാ അറിഞ്ഞോണ്ട് ഊരിയങ്ങ് തന്നേക്കാം. എനിക്കിത് വേണ്ട. അതിരെ പ്ലീസ്, കല്യാണ ചെലവ് കൂടുന്നല്ലോന്ന് കരുതി ഞാനെന്തോ പിച്ചും പെയ്യൊക്കെ പറഞ്ഞതാ. കാര്യമായിട്ട് എടുക്കല്ലേ. സോറി, 1000 സോറി. ഇനി മേലാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഉറപ്പ്, 101% ഉറപ്പ്. ഇതൊന്നും ഇപ്പോഴല്ല ആലോചിക്കേണ്ടിയിരുന്നതും പറയേണ്ടിയിരുന്നതും. എന്റെ അച്ഛനെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഒരാളോടും ഞാൻ ക്ഷമിച്ചിട്ടില്ല, ഇനി ക്ഷമിക്കേയില്ല. ആതിരെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും വിലപിടിപ്പുള്ള ക്ഷണക്കത്ത് നമുക്ക് ആവശ്യമുണ്ടോ? കല്യാണം കഴിയുന്നതോടെ അതിന്റെ പ്രസക്തിയെ നഷ്ടപ്പെടും. അതിനൊക്കെ ഇത്രയും കാശ് ചെലവാക്കണോ? ചെലവല്ല ആതിരെ, വേസ്റ്റാ. അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കുപ്പയിലെറിയണോ? അത്രേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ എന്റെ അച്ഛന്റെ ആഗ്രഹം. അതെ, മനസ്സിലാവും ആതിരെ, എനിക്ക് മനസ്സിലാവും. എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ട് ജോലി നാളാണ് അങ്കിൾ. എനിക്കറിയാം. ആതിരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്കിൾ ഓരോ രൂപയും സമ്പാദിക്കുന്നത് വാട്ടർ ക്യാൻ തോളിൽ തൂക്കി കഷ്ടപ്പെട്ട് നടന്നിട്ടാ. വിയർപ്പിന്റെ വേദനയുടെ ബലമാ കയ്യിൽ കിട്ടുന്ന ഓരോ രൂപയും. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അങ്ങനെ കിട്ടുന്ന പൈസയോട് നമുക്കൊരു ബഹുമാനമൊക്കെ വേണ്ടേ? ഇപ്പൊ പോകുന്നത് നല്ലൊരു റൂട്ടിലാണെന്ന് തോന്നുന്നു. ഇതേ സെന്റിമെന്റ്സ് പിടിച്ച രക്ഷപ്പെടാം. അതിരെ, ഓരോ ദിവസം കടയിൽ നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോ കൈയും കാലും ഒക്കെ വേദനിച്ച് എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും ആതിരയുടെ അച്ഛൻ. അതൊക്കെ നമുക്ക് വേണ്ടി സഹിക്കല്ലേ, ഒരു പരാതി പോലും പറയാതെ. നമ്മള് മക്കളത് തിരിച്ചറിയണ്ടേ? ഇല്ലെങ്കിൽ അങ്കിളുടെ അധ്വാനത്തെ അപമാനിക്കുന്ന പോലെയല്ലേ? അതൊക്കെയാ ഞാൻ ആലോചിച്ചത്. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. അത് തെറ്റാണെന്നാണ് ആദ്യയുടെ അഭിപ്രായമെങ്കിൽ ഞാൻ ഇനി മിണ്ടില്ല, ഒരു വാക്കും മിണ്ടില്ല. ചേട്ടൻ പറയുന്നതിൽ സത്യമുണ്ട്. അതിനേക്കാൾ കൂടുതൽ എന്റെ അച്ഛനോടുള്ള സ്നേഹവും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രാണോ കാർഡ് വില കുറയ്ക്കണമെന്ന് പറഞ്ഞത്? അതോ ഇപ്പൊ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ഞാൻ അപ്പൊ പറഞ്ഞ കാര്യവും ഇപ്പൊ പറയുന്നതും ഒന്ന് തന്നെയാ.
വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക. എന്റെ മനസ്സ് തുറന്നു കാണിക്കാൻ എനിക്ക് ഇങ്ങനെയൊക്കെ കഴിയൂ, ഇങ്ങനെയൊക്കെ അറിയൂ. അതാണ് അതിരെ, കൈവിട്ടു പോകുന്ന ഓരോ രൂപയും പോയത് തന്നെയാണ്. അത് തിരിച്ചു പിടിക്കാൻ ആർക്കും കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുക കൈവിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാ. അല്ലെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞ. എന്റെ വിശ്വാസം തെറ്റാണെന്ന് എനിക്ക് വിശദീകരിച്ചതാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേട്ടാ. പക്ഷേ എന്റെയും ചേട്ടന്റെയും അച്ഛന്മാർക്കും ഉണ്ടാവില്ലേ ചില മോഹങ്ങള്? അത് നിറവേറ്റേണ്ട കടമ നമുക്കില്ലേ? ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി മുതൽ അങ്കിളുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ഞാൻ ഒന്നും തന്നെ പറയുകയോ ചിന്തിക്കുക പോലും ചെയ്യില്ല. മതിയോ? ഈ പുഞ്ചിരി ആതിരയുടെ സമ്മതമായി കരുതിക്കോട്ടെ. അച്ഛമ്മ വലിയേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഞാനും കൂടി പോകണ്ടായിരുന്നു അവന്റെ കൂടെ. കൂടെ അല്ലെങ്കിലും പിന്നാലെങ്കിലും പോവായിരുന്നു. ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വിഷമിച്ചുകൊണ്ടേയിരിക്കും. ആ നേരത്ത് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിച്ചാൽ എന്താ നിങ്ങൾക്ക്? എന്താ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്? ശിവനെ ഒന്ന് വിളിക്ക്. എന്നിട്ട് ഹരി അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കേ.